മിക്സ്ചർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. പെരുമ്പള്ളിശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച റാലി പ്രവർത്തകരിൽ ആവേശമുളവാക്കി. നിരവധി പ്രവർത്തകരാണ് തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തത്. വീരനാട്യവും നാസിക് ഡോളും കായിക താരങ്ങളുടെ രൂപങ്ങളും തെരഞ്ഞെടുപ്പ് റാലിക്ക് ആവേശം പകർന്നു. റാലി വൈകിട്ടോടെ ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. PK ലോഹിതാക്ഷൻ അധ്യക്ഷനായി. 23ാമത്തെ വയസ്സിൽ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായി, പിന്നീട് ചെയർമാനായി പൊതുരംഗത്ത് നിറസാന്നിധ്യമായ ഗീതാഗോപി ഒരിക്കൽ കൂടി നമ്മളോട് ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുക. ഒരാശങ്കയും നമുക്കില്ല. ഇന്നലെ ഇവിടെ ഒരു പ്രകടനവും കാര്യങ്ങളൊക്കെ ഞാനും അതും ഉൾപ്പെടെ കണ്ടതാണ്. ഒരുപാട് പണത്തിൻ്റെ കൊഴുപ്പ് നമ്മൾ നേരിട്ട് കാണാനിടയായി. കാരണം എല്ലാവർക്കും നല്ല കസവിൻ്റെ സാരിയും സുഖകരമായ ബിരിയാണി ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇന്നലെ ഇവിടെ ഒരു സമ്മേളനം നടന്നത്. ഇന്ന് നടക്കുന്ന സമ്മേളനം നമ്മളെ സംബന്ധിച്ചിടത്തോളം നാടിൻ്റെ നിലനിൽപ്പാണ്. ഇന്ത്യക്ക് മാതൃകയായ എല്ലാ കാര്യങ്ങളും മാതൃകയായ കേരളം എന്ന ഈ കൊച്ചു പച്ചത്തുരുത്ത് ഇനി ഒരിക്കൽ കൂടി UDF BJP നമ്മുടെ മുമ്പിൽ കക്ഷിയല്ല, ഒരിക്കൽ കൂടി UDF കരങ്ങളിലേക്ക് പോകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അത് ഞാൻ പറയാൻ കാരണം, ഒരുപാട് കാലങ്ങളായി നമ്മുടെ കേരളത്തിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ മാറി മാറി വന്ന സർക്കാരുകൾ നമ്മൾ കണ്ടു. പക്ഷേ ഓരോ മാറ്റവും നമുക്ക് വേദനകളാണ് സമ്മാനിച്ചത്. എന്നൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു, അന്നൊക്കെ അതിൻ്റെ തൊട്ട് 5 വർഷക്കാലം നമ്മൾ നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും നേട്ടങ്ങളും എന്താ പറയുക തകർന്ന് തരിപ്പണമാകുന്നതാണ് നമ്മൾ കണ്ടത്. സ്ഥാനാർത്ഥി ഗീതാഗോപി CPI നാട്ടിക മണ്ഡലം സെക്രട്ടറിയും ജില്ലാ കൌൺസിൽ അംഗവുമായ KK ജോബി, KK അനിൽ, പോൾസൺ ജയകൃഷ്ണൻ, സന്തോഷ് കുമാർ, A ഉണ്ണികൃഷ്ണൻ, VM വിനോദ് എന്നിവർ സംസാരിച്ചു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഭരണ സംവിധാനത്തെ ഒരു തുടർഭരണമാക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ നാട്ടിക നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന അരിവാൾ ധാന്യക്കെതിരിൽ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം നാട്ടികയുടെ ഒരു തുടർ വികസനവും കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തുടരുന്നത് ആവശ്യമാണ് എന്നുള്ളതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഈ പൊതുയോഗങ്ങളിൽ പ്രിയപ്പെട്ട വോട്ടർമാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് സത്യസന്ധവും നീതിപൂർണവുമായിട്ടുള്ള കേരളത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള വികസനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ വോട്ടഭ്യർത്ഥിക്കുന്നത്. കേരള സംസ്ഥാനത്തിന്റെ പിണറായി സർക്കാർ കേരളത്തിന്റെ ജനങ്ങളുടെ സമസ്ത മേഖലകളിൽ തൊട്ടറിഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ അടിത്തട്ടറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷം 10 വർഷം കേരളം ഭരിച്ചു പിന്നിൽ